സ്ക്രീൻ കാണാമല്ലോ. തുടങ്ങി. ഓക്കെ, അപ്പം ഇത് നോർമൽ പ്ലാസിന്റെ ഫണ്ടസിന്റെ ഏരിയയിലായിട്ടിരിക്കും. ശരിയല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ ആന്റിപാർട്ടം ഹെമറേജ് തുടങ്ങി. അപ്പം അതിൻ്റെ ഒന്ന് നമ്മൾ പ്ലാസിന്റെ പ്രീവിയ പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്രപ്ഷൻ പ്ലാസൻ. അബ്രപ്ഷൻ ഹെമറേജ് ഒക്കറിംഗ് ഇൻ പ്രഗ്നൻസി ഡ്യൂ ടു ദി സെപ്പറേഷൻ ഓഫ് എ നോർമലി സിറ്റുവേറ്റഡ് പ്ലാസൻഡ. അപ്പൊ നോർമലി സിറ്റുവേറ്റഡ് ആയിട്ടുള്ള പ്ലാസൻഡ ആയിട്ടുള്ള ഒരു പ്ലാസൻഡ എന്താ പറയുക, അവിടെ ഒരു ഹെമറേജ് ഉണ്ടാവുകയാണ്. പ്രഗ്നൻസിയിൽ നോർമലി സിറ്റുവേറ്റഡ് ഹെമറേജ് ഉണ്ടാവുന്നു. അപ്പം ഇതിപ്പം കണ്ടോ, ഈ പ്ലാസൻഡ നോർമലി ഇരിക്കേണ്ട അടുത്ത് തന്നെയാണ് ഇരിക്കും. ഹെമറേജസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, യൂട്രൈൻ വാളിന്റെയും പ്ലാസൻഡയുടെ ഇടയിൽ ഫുള്ള് ഹെമറേജസ് ഉണ്ട്. അപ്പം ഈ ഒരു കണ്ടീഷനെ നമ്മൾ ക്ലാസിഫൈ, ഈ ഒരു കണ്ടീഷന് നമ്മൾ വേറെ പേര് പറയുന്നത് ആക്സിഡന്റ് ഹെമറേജ് അല്ലെങ്കിൽ പ്രിമച്വർ സെപ്പറേഷൻ ഓഫ് പ്ലാസൻഡ. അത് നമുക്ക് പറയാം. ഇതിനെ നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത് ഷീഡ് ആൻഡ് സ്റ്റാറ്റ്ലാൻഡ് ക്ലാസിഫിക്കേഷൻ വഴിയാണ്. അപ്പം നമ്മൾ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ആയിട്ട് 3 ആയിട്ട് ഗ്രേഡ് ചെയ്യുന്നു. ഗ്രേഡ് 1 എന്ന് പറയുമ്പോഴത്തേക്കിനും മൈൽഡ് ആണ്. പെരിറ്റോണിയലായിട്ടൊരു ക്ലോട്ട് നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പ്ലാസ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അത്രയും മൈൽഡ് ആയിട്ടുള്ള ഒരു കേസാണ്. ലൈക്ക് ഡെലിവറിക്ക് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഗ്രേഡ് 2 എന്ന് പറയുന്നത് ക്ലിനിക്കലി ഇതാണ് എന്ന് വെച്ചാൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അത് കാണിക്കും, ടെൻഡർ ആയിരിക്കും. അതേപോലെ അത് ഇമ്പോർട്ടന്റ് കാര്യമാണ് ഈ ഒരു കണ്ടീഷനിൽ ലൈഫ് ഫീച്ചേഴ്സ് ഉള്ളത്. പിന്നെ ഉള്ളത് ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ അതിനെ രണ്ടായിട്ട് തിരിക്കുന്നു, 3A and 3B. ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫീറ്റസ് ഡെത്ത് ഓൾറെഡി നടന്നു കഴിഞ്ഞിരിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് 3A എന്ന് പറയുന്നത് വിത്തൗട്ട് കോയാഗുലോപ്പതി എന്ന് വെച്ചാൽ അമ്മയ്ക്ക് കോയാഗുലേഷൻ ഡിസോർഡേഴ്സ് ഒന്നുമില്ല. പിന്നെ 3B വിത്ത് കോയാഗുലോപ്പതി, അമ്മയ്ക്ക് എന്തെങ്കിലും കോയാഗുലേഷൻ ഡിസോർഡേഴ്സ് ഉണ്ടായിരിക്കും, DIC പോലെയുള്ള എന്തെങ്കിലും കോയാഗുലേഷൻ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇതിനെ 3 ആയിട്ട് ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഗ്രേഡ് 1 നമ്മൾ അറിയത്ത് പോലുമില്ല, മൈൽഡ് കേസായിരിക്കും. ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ ഫീറ്റസ് ഡെത്ത് ആയി കഴിഞ്ഞു. പിന്നെ എന്താണ് വിത്ത് കോയാഗുലേഷൻ ആൻഡ് സ്റ്റാറ്റ്ലാൻഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ഇതിനാണ് പ്രീനേറ്റൽ മോർട്ടാലിറ്റിക്ക് ഒരു ലീഡിങ് കോസ് ആയിട്ട് ഇപ്പം ഇത് മാറിയേക്കാണ്. അപ്പം ഇതിന്റെ എറ്റിയോളജി നമ്മളിപ്പം ഇതിനെ ഒരു നോൺ സ്ട്രെസ് ടെസ്റ്റോ ഫീറ്റൽ ഡോപ്ലർ സ്റ്റഡി ഒക്കെ ചെയ്താൽ പോലും അബ്രപ്ഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലോ റിസ്ക് ആണോ ഹൈ റിസ്ക് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് കേസസിനും ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതിന്റെ മെയിൻ കോസസ് എന്ന് പറയുന്നത് എന്താ, മെറ്റേണൽ ഡിസീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മെറ്റേണൽ ഡിസീസസ് എന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ടും മെറ്റേണൽ ഹൈപ്പർ ടെൻഷൻ, ലൈക്ക് 5-fold ഇൻസിഡൻസ് ആണ് മെറ്റേണൽ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക്. പിന്നെ മെറ്റേണൽ ഹൈപ്പർ ടെൻഷൻ, അതേപോലെ തന്നെ ഹൈപ്പോതൈറോയിഡിസം, ആസ്മ, ഇതൊക്കെ മെറ്റേണൽ ഡിസീസസ് ഉണ്ടെങ്കിൽ ഈ അബ്രപ്ഷന് കാരണമാവാം. പിന്നെ ത്രോംബോഫീലിയാസ് എന്ന് പറയുമ്പോഴത്തേക്കും 2 തരത്തിലാവാം. ഒന്ന് അക്വയർഡ് ആയിട്ടോ അല്ലെങ്കിൽ കൺജനൈറ്റൽ ആയിട്ടോ ആവാം. അപ്പം അക്വയർഡ് ആയിട്ട് വരുന്നത് എന്ന് പറയും ആന്റിഫോസ്ഫോലിപ്പിഡ് സിൻഡ്രോംസ് ആണ്, ആന്റിഫോസ്ഫോലിപ്പിഡ് സിൻഡ്രോം. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഇതിൽ ത്രോംബോസിസ് ഉണ്ടാവാം, അല്ലെങ്കിൽ റിക്കറന്റ് ആയിട്ടുള്ള മിസ്കാരേജ് ഉണ്ടാവാം, പെട്ടെന്ന് പ്രിയക്ലാംസിയ, അങ്ങനെ ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ, ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഈ ആന്റിഫോസ്ഫോലിപ്പിഡ് സിൻഡ്രോം ഉള്ളവർക്ക് ഉണ്ടാവാം, പ്രഗ്നൻസി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത്. പിന്നുള്ളതെന്ന് പറയുമ്പം കൺജനൈറ്റൽ ആയിട്ടും ത്രോംബോഫീലിയാസ് ഉണ്ടാവാം. അപ്പം കൺജനൈറ്റൽ ത്രോംബോഫീലിയാസ് എന്ന് പറയുമ്പോഴത്തേക്കിനും എന്തെങ്കിലും ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ജീൻ മ്യൂട്ടേഷൻ, പ്രോത്രോംബിൻ ജീൻ മ്യൂട്ടേഷൻ, പ്രോട്ടീൻ C ആൻഡ് പ്രോട്ടീൻ S ഡെഫിഷ്യൻസി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൺജനൈറ്റൽ വരുന്നത്.
പിന്നുള്ളത് ഹൈപ്പർ ഹോമോസിസ്റ്റനീമിയ. ഹൈപ്പർ ഹോമോസിസ്റ്റനീമിയ എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ ഹോമോസിസ്റ്റീൻസ് അറിയാം, നമ്മുടെ മെത്തിയോണിനും സിസ്റ്റീൻസും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇവരുടെ മെറ്റബോളിസത്തിന്റെ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ബയോകെമിസ്ട്രി പഠിച്ച ഓർമ്മയില്ലേ ഫോളേറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഇവരുടെ സൈക്കിളിൽ. അപ്പം ഈ ഫോളേറ്റ് ഡെഫിഷ്യൻസി ഉള്ളവർക്ക് എന്ന് വെച്ചാൽ അനീമിയ, ഫോളേറ്റ് ഡെഫിഷ്യൻസി അനീമിയ ഉള്ള പേഷ്യൻസ്, അങ്ങനെയുള്ളവർക്ക് എന്താ പറയാ ഈ പറഞ്ഞ ഈ മെത്തിയോണിനും സിസ്റ്റീനും ഒക്കെ ബ്ലഡിൽ കൂടുതലായിരിക്കും. അങ്ങനെ ഹൈപ്പർ ഹോമോസിസ്റ്റനീമിയ ഉണ്ടാവുന്നു. ഈ ഇന്റർമീഡിയറ്റ് പ്രോഡക്ട്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആർട്ടീരിയൽ ഡാമേജ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പം ഇത് കാരണം എന്താ പറയാ ഇത് കാരണം ഈ യൂട്രൈൻ ആർട്ടറീസിൽ ഡാമേജ് ഉണ്ടായിട്ട് അങ്ങനെ ഹെമറേജ് വരാൻ അല്ലെങ്കിൽ ആർട്ടീരിയൽ റപ്ചർ ഉണ്ടായിട്ട് ഈ ഒരു പ്രശ്നത്തിലോട്ട് വരാം. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ ഹലോ കേൾക്കാം. ഓക്കെ. അപ്പം മെറ്റേണൽ ഡിസീസസ് പറഞ്ഞു, ത്രോംബോഫീലിയാസ്, കൺജനൈറ്റൽ അക്വേർഡ് പറഞ്ഞു, ഹൈപ്പർ ഹോമോസിസ്റ്റനീമിയ, ഹോമോസിസ്റ്റീൻസ് കാരണം ആർട്ടീരിയൽ ഡാമേജ് ഉണ്ടാവുന്നു. ഇനി PPROM. PP എന്ന് വെച്ചാൽ പ്രീമച്വർ പ്രീടേം റപ്ചർ ഓഫ് മെംബ്രെയിൻ ആണ്. അപ്പം ഈ ഒരു കണ്ടീഷനിൽ വരുമ്പോഴത്തേക്കിനും എന്താ ഇതൊരു കോസ് ആണോ കോൺസിക്വൻസ് ആണോ എന്ന് ഉറപ്പല്ല. കാരണം ഒന്നെങ്കിൽ ഈ മെംബ്രെയിൻ റപ്ചർ ആവുന്ന സമയത്ത് ത്രോംബിൻസ് റിലീസ് ചെയ്യാം. അങ്ങനെ ഈ ത്രോംബിൻസ് റിലീസ് ചെയ്തിട്ട് അവരെന്തായിരുന്നു ചെയ്യുന്നത്? അവര് ഈ യൂട്രോടോണിക് ആണ്, യൂട്രൈൻ കൺട്രാക്ഷൻസ് കോസ് ചെയ്യും. അങ്ങനെ ഈ പ്ലാസന്റേനെ സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അവിടെ ഹെമറേജ് വരാം. ഓക്കെ, അങ്ങനത്തെ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഈ റപ്ചർ പെട്ടെന്നൊരു സഡൻ റപ്ചർ കാരണം ഒരു ഡികംപ്രഷൻ, ആ ഒരു ക്യാവിറ്റിയിൽ ഡികംപ്രഷൻ വന്നത് കാരണം പ്ലാസന്റേനെ സക്ഷൻ ചെയ്തിട്ടും ഒരു സെപ്പറേഷൻ വരുന്നതാവാം കാരണം എന്ന് പറയാം. അപ്പം PPROM ഒരു കാരണമാണോ അല്ലെങ്കിൽ ഒരു കോസ് ആണോ ഒരു കോൺസിക്വൻസ് ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പല്ല. അപ്പം അത് മനസ്സിലായല്ലോ. എന്ന് വെച്ചാല് ഈ PPROM നടക്കുമ്പോൾ ത്രോംബിൻസ് റിലീസ് ചെയ്യുന്നു, ത്രോംബിൻസ് യൂട്രൈൻ കോൺട്രാക്ഷൻസ് കോസ് ചെയ്യുന്നു. ഇത് കാരണം സെപ്പറേഷൻ ഉണ്ടാവുന്നു. പിന്നുള്ളത് ഡയറക്റ്റ് ട്രോമ. അതിപ്പോ എന്തെങ്കിലും ഒരു ഡയറക്റ്റ് ബ്ലൻഡ് ട്രോമ നടന്നു കഴിഞ്ഞിട്ട് പ്ലാസന്റൽ സെപ്പറേഷൻ ഉണ്ടാവാം. അത് കാരണം ഒരു ഹെമറേജ് വരാം. അപ്പം അത് ഒരു ബ്ലൻഡ് ട്രോമ ടു അബ്ഡോമൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആംനിയോസെന്റസിസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സെഫാലിക് പോർഷൻ. അത് ഈ ഇടയ്ക്ക് കൊണ്ട് നമ്മൾ പറഞ്ഞതാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ കുട്ടിയെ ബ്രീച്ച് പ്രസന്റേഷനിലൊക്കെ ഉള്ളതിനെ അൾട്രാസൗണ്ടിന്റെ സഹായത്തോടെ നമ്മൾ സെഫാലിക് പ്രസന്റേഷൻ വെളിയിൽ വഴി ഇങ്ങനെ പാൽപ്പിലാക്കുന്ന പരിപാടിയാണ് എക്സ്റ്റേണൽ സെഫാലിക് പോർഷൻ. അപ്പം ഇത് ഇത്രയും. പിന്നുള്ളത് എന്ന് പറയുന്നത് റാപ്പിഡ് യൂട്രൈൻ ഡികംപ്രഷൻ. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം യൂട്രൈൻ ക്യാവിറ്റിയിൽ കൂടുതലായിട്ടും മൾട്ടിപ്പിൾ പ്രഗ്നൻസിയിലൊക്കെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഒരു ട്വിന്നിനെ പുറത്തെടുക്കുന്ന ടൈമിൽ ആ ക്യാവിറ്റിയിൽ ഒരു നെഗറ്റീവ് ഇതുണ്ടായിട്ട് ഒരു സക്ഷൻ ഉണ്ടായി ആ ഒരു പ്ലാസന്റേനെ സക്ക് ചെയ്ത് ആ ഒരു പ്ലാസന്റെ സക്ഷൻ കാരണം പുറത്തോട്ട് വരും. അപ്പം എന്ന് വെച്ചാൽ ഇപ്പം ഒരു സഡൻ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ലോസ് ഉണ്ടാവുകയാണ് യൂട്രസിൽ നിന്നും. അപ്പം ഇത് കാരണം പ്ലാസന്റ യൂട്രൈൻ വാളിൽ നിന്നും സക്ക് ഔട്ട് ആവുകയാണ്. അങ്ങനെയും യൂട്രൈൻ പ്ലാസന്റൽ സെപ്പറേഷൻ ഉണ്ടാവാം. അങ്ങനെയും ബ്ലീഡിങ്ങും ഹെമറേജും ആയിട്ട് വരാം. പിന്നുള്ളത് യൂട്രൈൻ ഫാക്ടേഴ്സ് ആണ്. യൂട്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും എന്തെങ്കിലും യൂട്രൈൻ അനോമലീസോ അല്ലെങ്കിൽ മയോമാസോ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ആവാം. പിന്നെ അത് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഡിഫക്റ്റീവ് ഡെസിഡ്യൂസേഷൻ, നമ്മുടെ ഡെസിഡ്യൂ പ്രോപ്പർ ആയിട്ട് ഫോം ചെയ്യാത്തത്, അല്ലെങ്കിൽ ഇൻക്രീസിങ് ഏജ് ഗ്രൂപ്പ് 35 above ഏജ് ആണ്, മൾട്ടി പാരിറ്റി, പ്രീവിയസ് അബ്രപ്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് 1 in 10 ചാൻസ് ഉണ്ട് റിക്കറൻസ് വരാൻ വേണ്ടിയിട്ട്. 1 in 10 ചാൻസ് റിക്കറൻസിന് വേണ്ടിയിട്ടുണ്ട്. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്, സ്മോക്കിംഗ്, കൊക്കൈൻ അബ്യൂസ് ഒക്കെ ഇതിന് വരാനുള്ള ചാൻസ് ആണ്. പിന്നെ ഇംപയർഡ് പ്ലാസന്റൽ പെർഫ്യൂഷൻ, പിന്നെ വേണമെങ്കിൽ സെറം ആൽഫ ഫീറ്റോ പ്രോട്ടീന്റെ ലെവല്, ഇങ്ങനത്തെ ഒക്കെ കണ്ടീഷൻസ്. ഒരുപാട് ഇറ്റിയോളജിക്കൽ ഫീച്ചേഴ്സ് പറയാം. ഇത് തന്നെയാണ് കോസ് എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷനിലോട്ട് പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നതെന്ന് നമുക്കറിയണം. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ പ്ലാസന്റൽ സെപ്പറേഷൻ ഉണ്ടാവുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ പ്ലാസന്റ, നമ്മുടെ പ്ലാസന്റയുടെ 2 ലെയർ ഉണ്ട്. ഓക്കെ, ഒന്ന്
എന്താ മെറ്റേണൽ സർഫസ് ആയിട്ട്, ഇപ്പം ഇതിപ്പം യൂട്രൈൻ വോൾ ആണ്. യൂട്രൈൻ വോളിലുമായിട്ട് എന്താ നമ്മുടെ പ്ലാസന്റയുടെ മെറ്റേണൽ പാർട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, മെറ്റേണൽ പാർട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇത് മെറ്റേണൽ പാർട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മെറ്റേണൽ പാർട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഇത് മെറ്റേണൽ പാർട്ട്. ഇനി അടുത്ത് നമ്മുടെ എന്താണ് ഫീറ്റൽ പാർട്ടാണിത്. ഓക്കെ, ഫീറ്റൽ പാർട്ട്. നമ്മുടെ ഫീറ്റൽ പാർട്ടിലാണ് എന്താണ് നമ്മുടെ കൊറിയോണിക് വില്ലേജ് ഒക്കെ വന്ന് ഈ ഇങ്ങനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ട് മെറ്റേണൽ പാർട്ടിൽ നിന്നും അവർക്ക് വേണ്ടതൊക്കെ ന്യൂട്രിയൻസ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം മെറ്റേണൽ പാർട്ടിന്റെ പേരാണ് എന്ത്? മെറ്റേണൽ പാർട്ടിനാണ് നമ്മുടെ ഡെസിഡ്വ ബേസാലിസ്. ഓക്കെ, കാണാം. നമ്മുടെ മെറ്റേണൽ പാർട്ടാണ് ഡെസിഡ്വ ബേസാലിസ്, ഫീറ്റൽ പാർട്ടാണ് കൊറിയോൺ. ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഹലോ ഹലോ. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം ഇവിടെ എന്താ സംഭവം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെസൽസ് ഉണ്ടല്ലോ, ഇപ്പം ഇത് നമ്മുടെ മെറ്റേണൽ വെസൽസ് ആണ്, ആർട്ടറീസും വെയിൻസും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫീറ്റസിന്റെ ആർട്ടറീസും വെയിൻസും ഇങ്ങനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് പോലെ വന്ന് എടുക്കും. അപ്പം ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ പ്ലാസന്റൽ അബ്രപ്ഷൻ ഹാപ്പൻസ് വെൻ ദെയർ ഇസ് എ സെപ്പറേഷൻ ഓഫ് ദ യൂട്രൈൻ വാൾ ആൻഡ് ദ ഡെസിഡ്വ ബേസാലിസ്. അപ്പം ഇതിന്റെ മുകളിലുള്ള ഡെസിഡ്വ ബേസാലിസ്, അപ്പം ഇതാണ് നമ്മുടെ ഡെസിഡ്വ ബേസാലിസ്. ഈ ഡെസിഡ്വ ബേസാലിസും പിന്നെ ഈ പറഞ്ഞ യൂട്രൈൻ വാളും തമ്മിൽ സെപ്പറേഷൻ നടക്കുകയാണ്. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ നടക്കുകയാണ്. ഈ ഹെമറേജ് ഉണ്ടാവുന്നത് കാരണം സെപ്പറേഷൻ നടക്കുമ്പോഴാണ് ഈ പ്ലാസന്റൽ അബ്രപ്ഷൻ നടക്കുന്നത്. അപ്പം ഈ സെപ്പറേഷന്റെ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ യൂട്രൈൻ ആർട്ടറീസ് ഓർമ്മയുണ്ടോ? സ്പൈറൽ ആർട്ടറീസ് ഒക്കെ നമ്മുടെ യൂട്രൈൻ മയോമെട്രിയത്തിലുള്ള സ്പൈറൽ ആർട്ടറീസിന്റെ കാര്യം ഓർമ്മയുണ്ടോ? ഹലോ, ഈ പറഞ്ഞ സ്പൈറൽ ആർട്ടറീസിന്റെ ഒക്കെ എന്താ പറയാ ഡീജനറേഷൻ ഓഫ് ഈ യൂട്രൈൻ ആർട്ടറീസിനെ ഒക്കെ നടന്നിട്ട് ഈ ആർട്ടറീസ് ഒക്കെ റപ്ചറായി അവര് എന്താ പറയാ റപ്ചറായിട്ട് ഹെമറേജ് ഉണ്ടാവും. അങ്ങനെ ഈ ഹെമറേജ് കാരണമാണ് ഈ പ്ലാസന്റ എന്താണ് ഈ യൂട്രൈൻ വാളിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ പറഞ്ഞ അബ്രപ്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അപ്പം നമ്മള് പറഞ്ഞു നിർത്തിയത് ക്ലാസിഫിക്കേഷൻ ആയിട്ട്. അപ്പം അങ്ങനെ ഈ സെപ്പറേഷൻ ഉണ്ടായി. അപ്പം ഈ പ്ലാസന്റയുടെയും യൂട്രൈൻ വാളിന്റെ ഇടയിൽ കുറെ ബ്ലഡ് കളക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് റിവീൽഡ് ടൈപ്പ് ആണ്. റിവീൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും 60% ഈ റിവീൽഡ് ടൈപ്പ് ആണ്. അപ്പം ഇതിന്റെ അകത്ത് എന്താ പറയാ ഈ യൂട്രൈൻ വാളിൽ നിന്നും ഈ പിക്ചർ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാല് ഈ യൂട്രൈൻ വാള് ഈ ഹെമറേജ് ഉണ്ടായി. ഈ യൂട്രൈൻ വാളിന്റെയും നമ്മുടെ ഈ മെംബ്രെയിന്റെ ഇടയ്ക്കൂടെ ഈ ബ്ലഡിന് പുറത്തോട്ട് വരാൻ ഒരു വഴി ഒരുങ്ങി. ഓക്കെ, അപ്പം സെർവിക്സിലൂടെ വെജൈനയിലൂടെ ഈ ബ്ലഡ് ഫ്ലോ ഉണ്ടായി. അപ്പം ഈ ബ്ലഡ് റിവീൽഡ് ആയി. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന് റിവീൽഡ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഹെമറേജ് കാണിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് 35% കൺസീൽഡ് ടൈപ്പ് ആണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സെപ്പറേഷൻ പ്ലാസന്റൽ മാർജിൻ വരെ എത്തിയിട്ടില്ല. ഓക്കെ, ഈ പ്ലാസന്റയുടെ കംപ്ലീറ്റ് മാർജിനിൽ എത്തിയിട്ടില്ല. അപ്പം ഈ മറ്റേ റിവീൽഡില് പ്ലാസന്റൽ മാർജിൻ വരെ എത്തി പ്ലാസന്റ ടോട്ടലി സെപ്പറേറ്റ് ആയി മാറിയത് കാരണമാണ് ഇങ്ങനെ ബ്ലഡ് ലീക്ക് ആവുന്നത്. പക്ഷെ ഇവിടെ പ്ലാസന്റൽ മാർജിൻ വരെ സെപ്പറേഷൻ എത്തിയിട്ടില്ല. സോ ആ ഒരു ഹെമറേജ് ഒരു ഹെമറ്റോമ ആയിട്ട് കൺസീൽഡ് ഹെമറേജ് ആയിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. ഓക്കെ, അതാണ് രണ്ടായി. അപ്പം ഒന്ന് റിവീൽഡ് ഒന്ന് കൺസീൽഡ്. പിന്നെ ഒരു മിക്സ്ഡ് ടൈപ്പ് വരാം ചിലപ്പം. റിവീൽഡും കാണിക്കാം, കൺസീൽഡ് ടൈപ്പും ഹെമറേജും അവർ കാണിക്കാം. ഒരു 5% മിക്സ്ഡ് ടൈപ്പും വരാം. ഇനി അടുത്തത് പറയാൻ പോകുന്നത് കർവിലീനിയർ യൂട്രസിനെ കുറിച്ചിട്ടാണ്. കർവിലീനിയർ യൂട്രസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതൊരു പത്തോളജിക്കൽ കണ്ടീഷൻ ആണ്. കൂടുതലായിട്ടും നമ്മുടെ കൺസീൽഡ് ടൈപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും വരുന്നത്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് എക്സ്ട്രാവസേഷൻ ഓഫ് ദ ബ്ലഡ് ഇൻ ടു ദ യൂട്രൈൻ മസ്കുലേച്ചർ
beneath the serosa. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾക്കറിയാം കൺസീൽഡ് ടൈപ്പില് എവിടെയാണ് യൂട്രൈൻ വാളിന്റെയും പ്ലാസന്റയുടെയും ഇടയിൽ ബ്ലഡ് ഇരിക്കുന്നു. ഈ ബ്ലഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂട്രൈൻ മസ്കുലേച്ചറിലോട്ട് അകത്തോട്ട് കയറിപ്പോവും. എന്നിട്ട് ഇറ്റ് ക്യാൻ കം അണ്ടർ ദി സെറോസ, നമ്മുടെ ഏറ്റവും ഔട്ടർ ലെയർ, യൂട്രസിന്റെ ഔട്ടർ സെറോസ ലെയറിന്റെ അണ്ടറിൽ ബെനീത്ത് ആയിട്ട് വന്നിട്ട് ഇത് കടക്കും. അപ്പം എക്സ്റ്റെൻസീവ് എക്സ്ട്രാവാസേഷൻ ഓഫ് ദി ബ്ലഡ് ഇൻ ദി യൂട്രൈൻ മസ്കുലേച്ചർ ബെനീത്ത് ദി സെറോസ. ഇത് യൂഷ്വലി കാണുന്നത് കൺസീൽഡ് ടൈപ്പിലായിരിക്കും. പിന്നെ ഇതിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മൾ ലാപ്രോസ്കോപ്പിക്കലി നോക്കിയാലോ അല്ലെങ്കിൽ നമ്മളുടെ CS സെക്ഷൻ ചെയ്യുമ്പോഴോ ആയിരിക്കും നമ്മൾ ഈ ഒരു കണ്ടീഷൻ കാണുന്നത്. ഇതിന് ഹിസ്റ്ററെക്ടമി ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ്. പിന്നെ ഇതിൽ നമ്മൾ എങ്ങനെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് യൂട്രോപ്ലാസന്റൽ അപ്പോപെക്സി, വേറെ പേരാണ്. പിന്നെ ഇതില് എന്തൊക്കെയാണ് നമ്മൾ യൂട്രസിൽ കാണുന്നതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്കൈമോസിസ് ഏരിയയും പിന്നെ ട്യൂബ്സിൽ നിന്നും ഓവറീസിൽ നിന്നും ഒക്കെ ബ്ലഡ് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് വീഴുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ഇതൊരു കണ്ടീഷനാണ്. ഓക്കെ, ഇവിടെ ഇപ്പം കൺസീൽഡ് ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും ഇത്. എന്താ പറയാ, ബ്ലഡ് യൂട്രൈൻ മസ്കുലേച്ചറിലൂടെ പോയിട്ട് പുറത്ത് സെറോസ ലെയറിന്റെ ബെനീത്തിൽ വന്ന് ഇങ്ങനെ കൂടിക്കിടക്കാം. ചിലപ്പം ഈ സെറോസയിലൊക്കെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാം. രണ്ടെന്ന് പറയും ട്രൈൻ സബ്പെരിട്ടോണിയൽ ഏരിയയിലോട്ടൊക്കെ ലീക്ക് ഔട്ട് ആവാം. അപ്പൊ പെരിട്ടോണിയൽ ക്യാവിറ്റിയിലൊക്കെ ഫ്രീ ബ്ലഡ് കിടക്കുന്നത് കാണാം. ബ്രോഡ് ലിഗമെന്റിലൊക്കെ ഹെമറ്റോമി ആയിട്ടും ഇത് പ്രസന്റ് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് നമ്മൾ നേക്കഡ് ഐ ഫീച്ചേഴ്സ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ യൂട്രൈൻ മസിൽസിലൊക്കെ എഫക്റ്റഡ് ഏരിയയിൽ യൂട്രൈൻ മസിൽസ് ഒക്കെ നെക്രോസിസ് ആവാം. ബ്ലഡും ഇൻഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ്, മസിൽ ബണ്ടിൽസിന്റെ ഒക്കെ ഇടയിൽ ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ് ഇൻഫിൽട്രേഷൻ കാണിക്കും. ഓക്കെ, അപ്പം ഇത് ഇത്രയുമാണ് കർവിലീനിയർ യൂട്രസ്. അപ്പം ഇതെന്താ പ്രശ്നം വരുത്തുന്നതെന്ന് പറയുന്നത് ലൈക്ക് യൂട്രൈൻ കോൺട്രാക്ഷൻസ് കൂടുമ്പോഴത്തേക്കിനും നമ്മുടെ ഇൻട്രാ യൂട്രൈൻ പ്രഷർ ഭയങ്കരമായിട്ട് കൂടും. ഇത് കാരണം പ്ലാസന്റൽ ബ്ലഡ് കട്ട് ഓഫ് ആവും. ഓക്കെ, ഫ്ലോ കട്ട് ഓഫ് ആയിട്ട് പ്ലാസന്റയിലോട്ട് ബ്ലഡ് ഫ്ലോ കട്ട് ഓഫ് ആവും. അങ്ങനെ എന്താ പറയാ, ഫീറ്റൽ ഹൈപ്പോക്സിയും സഡൻ ഡെത്തിനും ഇത് കാരണമാവും. അതെയാണ് ഈ കർവിലീനിയർ യൂട്രസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇനി നമ്മൾ അബ്രപ്ഷനിലോട്ട് വരുവാണ്. അബ്രപ്ഷൻ അതിന്റെ ഡയഗ്നോസിസ് നമ്മള് ഫീറ്റൽ ഹൈപ്പോക്സി ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? കുട്ടി പുറത്തു വന്നതിന് ശേഷമല്ലേ പ്ലാസന്റ സെപ്പറേറ്റ് ചെയ്യുന്നത്? അതോ അതിന് മുന്നേ ആണോ? എടാ, ഇവിടെ ഫീറ്റൽ ഹൈപ്പോക്സി ഉണ്ടാവുന്നതെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഈ എന്താ പറയാ ബ്ലഡ് പ്ലാസന്റയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കട്ടാവുന്നു. ലൈക്ക് മസിൽസിന്റെ അകത്തെല്ലാം ബ്ലഡ് കയറി ഇരിക്കുകയാണ്. അപ്പൊ ഇൻട്രായൂട്രൈൻ പ്രഷർ കൂടുന്നത് കാരണം പ്ലാസന്റയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ, വെസൽസിലെല്ലാം കൺസ്ട്രിക്ട് ചെയ്യുന്നത് കാരണം പ്ലാസന്റയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കട്ടാവാണ്. യൂട്രൈൻ ഹലോ ഹലോ മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെ ഫീറ്റൽ ഹൈപ്പോക്സിയും സഡൻ ഡെത്തും കുട്ടിക്ക് ഉണ്ടാവാണ്. ഓക്കെ ഓക്കെ, ഇനി ഡയഗ്നോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്. മറ്റേ പ്ലാസിന്റെ പ്രീവിയം നമ്മൾ എന്ത് വെച്ചാൽ ഡയഗ്നോസ് ചെയ്തത്? അപ്പം ഇവിടെ നമ്മള് സിംറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ സിവിയർ ആൻഡ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും. അവിടെ എന്തില്ല? ഓക്കെ, ഇവിടുത്തെ ബ്ലീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിനും റിവീൽഡ് ടൈപ്പിലോ അല്ലെങ്കിൽ മിക്സ്ഡ് ടൈപ്പിലോ പേഷ്യന്റ് ബ്ലീഡിംഗ് കാണിക്കത്തുള്ളൂ. കൺസീൽഡ് ടൈപ്പിൽ പേഷ്യന്റിന് ബ്ലീഡിംഗ് ഉണ്ടാവാറില്ല. അപ്പം കോൺസ്റ്റന്റ് ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിനും ബ്ലീഡിംഗ് റിവീൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസീൽഡ് ബ്ലീഡിംഗ് കാണിക്കത്തില്ല. സൈൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും പാലർ ഉണ്ടാവാം, ഹൈപ്പർ ടെൻഷൻ ഒക്കെ കാണിക്കാം. പിന്നെ നമ്മൾ അവിടെ യൂട്രസിന്റെ സൈസിന്റെ കാര്യം എന്താ പറഞ്ഞത്? ഇവിടെ എന്താ പറയാ, യൂട്രസിന്റെ സൈസ് റിവീൽഡ് ടൈപ്പില്, റിവീൽഡ് ആയാലും കൺസീൽഡ് ആയാലും ഗസ്റ്റേഷണൽ ഏജിനെക്കാട്ടിലും കുറച്ചുകൂടെ ലാർജർ ആയിരിക്കും സൈസ്. കൺസീൽഡിൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. എന്താ പറയാ, അതിന്റെ ഫണ്ടൽ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാല് ഗസ്റ്റേഷണൽ ഏജിനെക്കാട്ടിലും കൂടുതലായിരിക്കും. പിന്നെ ഫീൽ ഓഫ് ദ യൂട്രസ് അവിടെ ഭയങ്കര സോഫ്റ്റ്, സ്മൂത്ത്, റിലാക്സ്ഡ് ആയിട്ടിരുന്നു. പക്ഷെ ഇവിടെ ഭയങ്കര ടെൻസ് ആൻഡ് ടെൻഡർ ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഫീറ്റൽ പാർട്സ് ഒക്കെ പാൽപേറ്റ് ചെയ്ത് നോക്കാൻ ഡിഫിക്കൽട്ടി ഉണ്ടാവും. പിന്നെ CTG എന്ന് വെച്ചാൽ കാർഡിയോടോക്കോഗ്രാഫി ആണ്. കാർഡിയോടോക്കോഗ്രാഫിയിൽ നമ്മൾ നോക്കുന്നത് ഫീറ്റൽ ഹാർട്ട് സൗണ്ടും പിന്നെ നമ്മളുടെ യൂട്രൈൻ മസിൽ കോൺട്രാക്ഷനുമാണ് നമ്മൾ നോക്കുന്നത്.
അപ്പം ഇത് നോക്കുമ്പോൾ ഭയങ്കര പുവർ ആയിരിക്കും, ബ്രാഡികാർഡിയ ഒക്കെ ഉണ്ടാവും. പിന്നെന്താ, പ്രൊലോങ്ഡ് ബ്രാഡികാർഡിയ ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് പറയാനുള്ളത്, നമ്മൾ ഇപ്പം ഈ ഹാർട്ട് സൗണ്ട് നോർമൽ ആയിരിക്കാം, ഫണ്ടൽ ഹൈറ്റ് കറസ്പോണ്ടിങ് ടു പീരിയഡ് ഓഫ് ഗെസ്റ്റേഷൻ ആയിരിക്കാം. പേഷ്യന്റ് മിക്കവാറും പ്രസന്റ് ചെയ്യുന്നത് ഭയങ്കര ഇറിറ്റബിൾ യൂട്രസ് ആയിട്ട് വരുന്നു. ഹലോ, എന്താ കാണുന്നില്ല, സ്ക്രീൻ പോയി. ഇപ്പൊ കാണുന്നോ? പോയോ? ഷെയർ ചെയ്യ ഒന്നും കൂടെ. ഓഫായി പോയത് സ്ക്രീൻ. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഇത് ഇത്രയും പറഞ്ഞു. അല്ലാണ്ട് ഇപ്പം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. പെട്ടെന്ന് പേഷ്യന്റ് ഒരു ഇറിറ്റബിൾ യൂട്രസ് ആയിട്ട് ഒരു പ്രീടേം ഡെലിവറി ലേബർ ആയിട്ട് വരികയാണ്. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ, അങ്ങനെ ഒരു പേഷ്യന്റ് വരുമ്പോഴത്തേക്കിനും നമ്മൾ എന്തായാലും എംബ്രിപ്ഷ്യോ പ്ലാസിന്റെ ഒരു ഹൈ സസ്പിഷൻ ലെവലിൽ തന്നെ വെച്ചിരിക്കണം. ഓക്കെ. പിന്നെ ചിലപ്പം ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും, ചിലപ്പോൾ നോർമൽ ആയിരിക്കും. അപ്പം ഇൻ സിവിയർ കേസസ് ഒക്കെ DIC ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പേഷ്യന്റിനെ ഇഞ്ചക്ഷൻ സൈറ്റിലൊക്കെ ബ്ലീഡിങ്, ഗംസിൽ നിന്നും ബ്ലീഡിങ്, ഹെമറ്റൂറിയ, കൈമോസിസ് ഒക്കെ പേഷ്യന്റിൽ കാണും. അപ്പം ഇതുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ കോമൺ ആയതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് വജൈനൽ എക്സാമിനേഷൻ. വജൈനൽ എക്സാമിനേഷൻ എന്താണ്? പ്ലാസിന്റെ പ്രീവിയ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വജൈനൽ എക്സാമിനേഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പം വജൈനൽ എക്സാമിനേഷൻ അപ്പം അൾട്രാസൗണ്ടിന് ശേഷം മാത്രമേ നമ്മൾ വജൈനൽ എക്സാമിനേഷന് പോകാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ ചെയ്താൽ പോലും നമുക്ക് എന്താ പറയാ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ബ്ലഡ് സ്റ്റെയിൻഡ് ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ഇനി അൾട്രാസൗണ്ട് നമ്മൾ പറഞ്ഞു, ഇതിന്റെ അകത്ത് ക്ലിനിക്കലി ആണ് നമ്മൾ ഡയഗ്നോസിസ് ഒക്കെ ചെയ്യുന്നത്. അൾട്രാസൗണ്ടിന് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല, എക്സെപ്റ്റ് നമ്മുടെ പ്ലാസിന്റെ പ്രീവിയ റൂൾ ഔട്ട് ചെയ്യാനും പിന്നെ ഇതിന്റെ ലൊക്കേഷൻ അറിയാനും ഹെമറ്റോമയുടെ സൈസ് എത്രയാണെന്ന് അറിയാനും വേണ്ടിയിട്ട്. ലൊക്കേഷൻ എന്ന് പറയുന്നത് മൂന്നായിട്ട് ഇതിന്റെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. സബ് കൊറിയോണിക്, റെട്രോപ്ലാസെന്റൽ. റെട്രോപ്ലാസെന്റൽ ആണ് ഞാൻ പറഞ്ഞ എന്ത് യൂട്രൈൻ വാളിന്റെയും പ്ലാസന്റയുടെയും ഇടയിലിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ടൈപ്പും. പിന്നെ ഉള്ളത് സബ് കൊറിയോണിക്കും പ്രീ പ്ലാസെന്റലും. അപ്പം ഈ ഒരു ഇമേജ് കാണുന്നുണ്ടോ? ഈ റെട്രോപ്ലാസെന്റൽ കണ്ടല്ലോ, ഇത് എന്താ നമ്മുടെ യൂട്രൈൻ വാളിന്റെയും ഈ പ്ലാസന്റയുടെയും ഇടയിലായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ. ഇനിയുള്ള വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് കൊറിയോണിക് ആണ്. സബ് കൊറിയോണിക് എന്ന് പറയുന്നത് മെംബ്രെയിന്റെ ഇടയിലായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ആക്ച്വലി പ്ലാസന്റയുടെയും മെംബ്രെയിന്റെ ഇടയിലായിട്ടാണ് ഈ സബ് കൊറിയോണിക് ആയിട്ടുള്ളത് ഇരിക്കുന്നത്. പിന്നുള്ള ടൈപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തേത് പ്രീ പ്ലാസെന്റൽ ആണ്. എന്ന് വെച്ചാൽ പ്ലാസന്റയുടെയും ആംനിയോട്ടിക് എന്താ ഇടയിലായിട്ടാണ്, ആംനിയോന്റെയും കൊറിയോന്റെയും ഇടയിൽ ഇരിക്കുന്നതിനെയാണ് ഈ പ്രീ പ്ലാസെന്റൽ ഹെമറ്റോമ എന്ന് പറയുന്നത്. അങ്ങനെ മൂന്നായിട്ട് ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു ഹെമറ്റോമ കാണിക്കാം പറയുന്നത്. അപ്പം നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുന്നത് പ്ലാസന്റ പ്രീവിയ റൂൾ ഔട്ട് ചെയ്യാനും ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാനും സൈസ് ഓഫ് ഹെമറ്റോമ എന്താണെന്ന് അറിയാനും വേണ്ടിയിട്ടായിരിക്കും. അടുത്തത് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോഴത്തേക്കിനും പ്ലാസന്റ പ്രീവിയ, പ്രീടേം ലേബർ ആവാം, അക്യൂട്ട് പോളിഹൈഡ്രാമിയോസ് ആവാം, റപ്ചർ യൂട്രസ് ആവാം, ഹീററ്റി ജനറേഷൻ എന്താണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും പൈലോനെഫ്രൈറ്റിസ് ആവാം, ഈവൻ അപ്പൻഡിസൈറ്റിസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവാം. അബ്ഡോമിനൽ പെയിൻ ആയിട്ടാണ് അവർ വരുന്നത്. അപ്പം എന്തോ ആകാം. DT നമുക്കെന്നും പറയാം. ഇനി മാനേജ്മെന്റ് ഞാൻ ഇന്നലെ പറഞ്ഞു. എന്താ പറയാ, ആന്റിപാർട്ടം ഹെമറേജും ആയിട്ട് വരുന്നവർക്ക് ഇനീഷ്യൽ മാനേജ്മെന്റ് എന്താണ്? ഇൻട്രാവീനസ് നോമസലൈൻ, പിന്നെ സപ്ലിമെന്റ്സ് കൊടുക്കുക, വൈറ്റമിൻസ്, സ്റ്റിറോയിഡ്സ്. blood transfusion. Okay. Blood grouping. Blood transfusion. Okay. Okay. നമ്മൾ ഇതൊക്കെ ചെയ്തു. പിന്നെന്താ ഒന്നും കൂടെ?
ഓക്കെ, നമ്മള് ഇൻഫ്യൂഷൻ ചെയ്യുക ക്രിസ്റ്റലോയിഡ്സ്, സലൈനോ, കൊളോയിഡ്സ് എന്തെങ്കിലും കൊടുത്തിട്ട് ഇപ്പം ബ്ലഡ് നമ്മള് ഹീമോഗ്ലോബിൻ, PCV ഗ്രൂപ്പിംഗ്, ക്രോസ് മാച്ചിങ്ങും കോആഗുലേഷൻ പ്രൊഫൈലും ഒക്കെ ഇതിൽ നോക്കണം. പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നെസസറി ആണ്. അത്രയും സിവിയർ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണം. പിന്നെ സെൻട്രൽ വീനസ് പ്രഷർ ലൈക്ക് അവർലി യൂറിൻ ഔട്ട്പുട്ട് ലെസ് ദാൻ 30 ml per hour ആണെങ്കിൽ സെൻട്രൽ വീനസ് പ്രഷർ ലൈൻ ഇടണം. പിന്നെന്താ, ബ്ലാഡർ കത്തീഡ്രൈസേഷൻ പറഞ്ഞല്ലോ, അവർലി യൂറിൻ ഔട്ട്പുട്ട് നോക്കാനായിട്ട്. പിന്നെ അൾട്രാസൗണ്ട് പ്ലാസന്റ പ്രീവിയ റൂൾ ഔട്ട് ചെയ്യാനും, അതേപോലെ തന്നെ പ്ലാസന്റ പൊസിഷൻ എവിടെയാണെന്ന് അറിയാനും, ഫീറ്റസ് ലൈവ് ആണോ അലൈവ് ആണോ എന്ന് അറിയാനായിട്ട്. കാരണം ഫീറ്റസ് അലൈവ് അല്ലെങ്കിൽ ഗ്രേഡ് ഏതായി? 3. ഓക്കെ. പിന്നെ നമ്മൾ ഇതിൽ നോക്കുന്നത് കംപ്ലീറ്റ് കോആഗുലേഷൻ പ്രൊഫൈലാണ്. നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് കോആഗുലോപ്പതീസ് ഇതിൻ്റെ അകത്ത് അങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാടുള്ളവർക്ക് ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് കോആഗുലേഷൻ പ്രൊഫൈൽ നോക്കണം. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഈ കോആഗുലേഷൻ പ്രൊഫൈൽ നോക്കുന്നത്? ഫസ്റ്റ് തിങ്, നമ്മൾക്ക് ഇപ്പം എവിടെയെങ്കിലും നമ്മളുടെ ബോഡിയിൽ ഒരു ബ്ലീഡിങ്ങോ ഹെമറ്റോമോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിലുള്ള ഫ്രീ ആയിട്ടുള്ള ഫൈബ്രിനോജൻസ്, പ്ലാസ്മ ഫൈബ്രിനോജൻസിനെ യൂസ് ചെയ്യും. ഓക്കെ, നമ്മുടെ പ്ലാസ്മയിലുള്ള ഫൈബ്രിനോജൻസിന് യൂസ്ഡ് അപ്പ് ആവും. അപ്പം ഇതും ഇങ്ങനെ ഇത്രയും സിവിയർ ആയിട്ടുള്ള രീതിയിലാവുമ്പോഴത്തേക്കിനും ഓൾമോസ്റ്റ് എല്ലാം തീർന്നു പോകും. അങ്ങനെ വരുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ ഇതിപ്പോ ഒരു റെട്രോപ്ലാസന്റൽ ഹെമറേജ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്താ പറയാ അറിയത്തില്ല പ്ലാസ്മ ഫൈബ്രിനോജൻ ലെവല് യൂസ്ഡ് അപ്പ് ആവും. ഇപ്പം ഇവിടെ റെട്രോപ്ലാസന്റൽ ഹെമറ്റോമ അല്ലെങ്കിൽ ഹെമറേജ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഒരു DIC ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിലും ഇവരുടെ പ്ലാസ്മയിലുള്ള ഫൈബ്രിനോജൻസ് എല്ലാം ഉണ്ടാവൂല. അപ്പം നമുക്ക് നമ്മുടെ ഈ കോആഗുലേഷൻ കാസ്കേഡിൽ അറിയാം ഈ ഫൈബ്രിൻ ഒക്കെ യൂസ് ചെയ്തിട്ട് അവസാനം എന്തായിരിക്കും ഉണ്ടാവുന്നത്? ബാലൻസ് പറയട്ടെ, പറയൂ. ഹലോ, കോംപ്ലിമെന്റ് ഫൈബ്രിൻ ഡീഗ്രഡേഷൻ പ്രോഡക്റ്റ്. മിടുക്കൻ. ഫൈബ്രിൻ ഡീഗ്രഡേഷൻ പ്രോഡക്ട്സും ഡി ഡൈമറും ഒക്കെ ആയിരിക്കും നമുക്ക് പിന്നെ ബ്ലഡിൽ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഒന്ന് നോക്കേണ്ടത് ഈ പ്ലാസ്മ ഫൈബ്രിനോജന്റെ ലെവല്. അപ്പം ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും എന്ത് വരും? ഹൈപ്പോ ഫൈബ്രിനേമിയ വരും. ഫൈബ്രിനോജൻ ലെവല് കുറവായിരിക്കും. ഫൈബ്രിനോജനീമിയ വരും. അപ്പം ഈ നോർമലി അതിന്റെ എന്ന് പറയുന്നത് ലെസ് ദാൻ 150 mg/dL ആണ്. ഓക്കെ, 150 ഫൈബ്രിനോജൻ ലെവല് ലെസ് ദാൻ 150 mg/dL പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പോ ഫൈബ്രിനേമിയ ആണെന്ന് ഉറപ്പുവരുത്താം. പിന്നെ നമ്മൾ നോക്കേണ്ടത് എലിവേറ്റഡ് ആയിട്ടുള്ള ഫൈബ്രിൻ ഡീഗ്രഡേഷൻ പ്രോഡക്ട്സിന്റെയും ഡി ഡൈമറിന്റെയും ലെവലാണ്. ഓക്കെ, അതൊക്കെ എലിവേറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതാണ് നമ്മളുടെ ഈ കോആഗുലേഷൻ പ്രൊഫൈൽ നോക്കുന്നതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് നമ്മൾ നോർമൽ ആയിട്ട് ഒരു 3rd ട്രൈമസ്റ്ററിൽ നോർമൽ ആയിട്ട് വരുന്നവർക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഓക്കെ, ഇപ്പം INR, ആന്റിത്രോംബിൻ 3, പ്രോട്ടീൻ C, പ്രോട്ടീൻ S, അതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി നമ്മൾ പറഞ്ഞല്ലോ. ഹീമോഗ്ലോബിൻ, ഹെമറ്റോക്രിറ്റ് ഒക്കെ നോക്കും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ എന്താ പറയാ ഫൈബ്രിനോജൻ, ഡി ഡൈമണ്ട് ലെവലൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കും. ഞാൻ ചുമ്മാ ചോദിക്കിട്ടതാണ്. ഓക്കെ, ഇനി നമ്മള് ഒബ്സ്ട്രെറ്റിക് മാനേജ്മെന്റ്. അപ്പം ഇനീഷ്യൽ മാനേജ്മെന്റ് ഓക്കേടാ.